ഒന്നും കാണില്ല. എന്തോ കണ്ടല്ലോ. ഓ കമ്മൽ കമ്മൽ കളക്ഷൻസാ. ഇതൊക്കെ എനിക്ക് അവിടുന്ന് ശംഖുവത്ത് നോക്കിയാൽ പോരെ. തിരുവനന്തപുരം നമ്മളെ ശംഖുവത്ത് പാടെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം മജസ്റ്റിക്കാണ്. ഇതെല്ലാം മജസ്റ്റിക്കിൻ്റെ റൗണ്ട് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മജസ്റ്റിക്കിൻ്റെ ചുറ്റി വരികയാണ്. ഇതാണ് മജസ്റ്റിക് KSRTC ബസ് സ്റ്റാൻഡ്. മജസ്റ്റിക്കിൻ്റെ KSRTC സ്റ്റാൻഡാണ്. നമ്മൾ പണ്ട് മുതലേ ബാംഗ്ലൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ മജസ്റ്റിക് എന്നതാണ് കേൾക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഈ ഒരു ചിക്പേട്ട്. ബാംഗ്ലൂർ ചിക്പേട്ട് എന്ന സ്ഥലത്ത് ചിക്പേട്ട് KR മാർക്കറ്റാണ് സംഭവം. എല്ലാം 100, 150, 70, 80. ജീൻസൊക്കെ ಎಷ್ಟು? 200. ഓ ഇവിടെ ഷോപ്പായിരിക്കും. നടന്നാലും തീരുവില്ല മീരയുടെ അത്രക്കും ഷോപ്പാണ്. കളക്ഷൻസൊക്കെ നോക്കിയാൽ ഓരോ ഷോപ്പിന്റെ മുമ്പിൽ ആൾക്കാരിങ്ങനെ മറ്റേ എന്താ പറയേണ്ടത് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണല്ലോ ചില ഷോപ്പിന്റെ ഒക്കെ മുമ്പിൽ. ബിരിയാണി അതുപോലെ നിൽക്കുകയാണ്. അതായത് ഈ ഡ്രസ്സും മറ്റൊക്കെ അതിന്റെ ഫ്രണ്ടിൽ അത്രയും ആൾക്കാരാണ് നിൽക്കുന്നത്. ഏത് നോക്കി എവിടെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ. ഷർട്ട് 100 എല്ലാമേ 100 രൂപയാണ്. 200 ജാക്കറ്റ്. തലയിട്ട് നോക്കി എൻ്റെ അമ്മേ. ചുരിദാർ ഐറ്റംസോ? ചുരിദാർ മെറ്റീരിയൽസ് അല്ലേ? ചുരിദാർ ടോപ്പുകൾ ഇതൊക്കെ എഷ്ടോ റേറ്റ്? അല്ല 400 റെഡിമെയ്ഡ് 400. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. നല്ല മറ്റേ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് അല്ലേ ഗൗൺ? വെള്ള പെൺകുട്ടികളുടെ അല്ലേ? നിന്നെ പോലെ ഉണ്ട് കൊഞ്ചു, നിന്നെ പോലെ ഉണ്ട് കേട്ടല്ലേ? ഇങ്ങനെയാണ് വണ്ടി പോകുന്നത്. അടുത്തില്ല നമ്മളെ വേറെ സ്ഥലത്ത് കണ്ടില്ല അതേപോലത്തെ ഓർണമെന്റ്സ് അല്ലേ? സൈഡിൽ കമ്മലൊക്കെ ഉള്ള എന്താ മീര ഇതിൻ്റെ ഐറ്റംസ് എന്താ? ബാഗ് വെറൈറ്റി ബാഗുകളൊക്കെ ആണല്ലോ. ബാഗുകൾ എഷ്ടോ? ബാഗ് എഷ്ടോ? 250. നമ്പർ വളല്ല ഇത് മറ്റേ സാറിന് വളല്ല, മറ്റേ വള എന്താ ഉള്ളത്? 100 പാർട്ടി വള ബ്രൈഡൽ വള. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാജൽ ഇതൊക്കെ ഒറിജിനൽ കാജൽ തന്നെയാണോ? നല്ല ബ്രാൻഡഡ് ഇതൊക്കെ ബ്രാൻഡഡ് സംഭവമുണ്ട്. ലാക്മേ ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്കൂടെ ഈ ഒരു റോഡിലേക്കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ ഇടവഴികളുണ്ട്. ഈ ഇടവഴികളിലൊക്കെ കടകളാണല്ലോ. 2 സൈഡ് അപ്പുറം ഇപ്പുറം അതിൻ്റെ മുകളിലും എല്ലാം കടകളാണ്. ഇത്രയും അല്ലേ? എത്ര പൈസയാണ്? 20 റുപ്പീസ്. കുറേ ഓട്ടോ നിർത്തി നോക്കിയാൽ ഓട്ടോ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നതല്ല. ഇത് റോഡിൽ നിൽക്കുന്നതാണ്. റോഡിലെ തിരക്കിലെ ക്യൂവിൽ നിൽക്കുന്നതാണ്. അതിനിടയിൽ വണ്ടിയുടെ എത്രയാണ്? എഷ്ടോ? 150. എല്ലാമേ സെയിം റേറ്റ് ആണ്. ഓക്കെ എല്ലാം 150 ആണ്. ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ്. കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷോപ്പാണെന്നാണ് പറഞ്ഞത്. എല്ലാം ഹോൾസെയിൽ. ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ്. ഇതാണ് മറ്റേ ഇതിൽ കണ്ടത് നമ്മളെ റീൽസൊക്കെ പർപ്പിൾ കളർ വാ, ബ്ലാക്ക് കളർ വാ, ഓറഞ്ച് കളർ വാ. ഗൗൺ ഹൗ മച്ച് റേറ്റ്? എഷ്ടു? 1600 ഹോൾസെയിൽ പ്രൈസ്. ഓക്കെ ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസാണ്. 1600 രൂപയാണ് വരുന്നത്.
റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ആൾസോ സെയിം. കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഇവിടെ സപ്ലൈ ഉണ്ട്, ഹോൾസെയിൽ സപ്ലൈ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ആ ഇത് ലെഹങ്കയാണ്, ലെഹങ്ക ടൈപ്പ്. നേരത്തെ കണ്ടത് ഗൗണാണ് ഇത്. അതിൻ്റെ ബ്രൈഡൽ വെയർ പ്രൈസ് 4,500. ഇത് പർപ്പിൾ കളർ ഇതെല്ലാം ബ്രൈഡലാണ് പുള്ളി കാണിച്ചു തരുന്നത്. സെമി ബ്രൈഡൽ. ഓക്കെ, സെമി ബ്രൈഡലൊക്കെ ആണെങ്കിൽ 4,000 ആണെങ്കിലും എനിക്ക് തോന്നുന്നു ലാഭമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി പറയുന്നത് ഇപ്പോൾ ഏത് കളറാണ് വേണ്ടെങ്കിൽ പുള്ളി ജസ്റ്റ് വാട്സാപ്പ് അയച്ചാൽ, ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അയച്ചാൽ മതി. അതുപോലെ തന്നെ ടെക്കി ഫോക്കസ് എന്നുള്ള ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി പുള്ളി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടി കളർ. ಇದು ಲೆಹಂಗಾ ಬ್ಲೌಸ್, ಅದು ಲೆಹಂಗಾ ಕ್ರಾಪ್ ಟಾಪ್. ഓക്കെ ഓക്കെ ഓക്കെ. ಇದು ರಿಟೇಲ್ ಪ್ರೈಸ್ 8,490 ಉಂಟು. 8,490. ഓക്കെ. പ്രൈസ് 4,200 rupees. ഓക്കെ, അതായത് 8,400 പ്രൈസാണ് 4,200. അത് നേർ പകുതി ആ റേറ്റിലാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അതായത് ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് റീറ്റെയിൽ പ്രൈസും ഇവിടെ കൊടുക്കുന്നത്. ഓർഗൻജ മോഡൽസ്. ഓക്കെ, നൈസ്. അതിൻ്റെ ഇതിലെല്ലാം കളർ വരും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ആക്കിയാൽ അതിലെ കളർ ഇത് അവൈലബിൾ ആണ്, വാട്സാപ്പ് ഇടും. ഓക്കെ, നൈസ്. ഇത് നോക്കി ಬ್ರಾಂಡೆಡ್ ಲಾಪಿಂಗ್ ಬ್ರಾಂಡ್ ಐಟಮ್. ಪ್ಯೂರ್ ಒರಿಜಿನಲ್ ಬ್ಯಾಕ್ ಸೈಡ್ ವರ್ಕ್, ಫ್ರಂಟ್ ವರ್ಕ್. ರಿಟೇಲ್ ಪ್ರೈಸ್ 6,190 ಉಂಟು. ಓಕೆ. ಹೋಲ್ಸೇಲ್ ಪ್ರೈಸ್ 2,500 ಓನ್ಲಿ. ಓಕೆ. ಹೋಲ್ಸೇಲ್ ಪ್ರೈಸ್ 3,650. ರಿಟೇಲ್ ಪ್ರೈಸ್ 10,065. ರಿಟೇಲ್ 3,650 ಹೋಲ್ಸೇಲ್ ಪ್ರೈಸ್ ಓನ್ಲಿ. 3,650. ഓ 3,650. റേറ്റ് 10,000 ഒക്കെയാണ് പറയുന്നത്. ദുപ്പട്ട. ഓക്കെ, നൈസ്. അത്യാവശ്യം കൊള്ളാം. ಇದು ರೇಟ್ ಸರ್ 2,650 ಹೋಲ್ಸೇಲ್ ಪ್ರೈಸ್. ഓൺലി 2,650. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. 7,695. 7,695. ഫുൾ ഹാൻഡ് മെയ്ഡ് വർക്കാണ് അല്ലേ? ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞത് മിറർ വർക്ക് അല്ല, സീക്വൻസ് വർക്ക്. ഒറിജിനൽ സീക്വൻസ് 7,600 ആണ് ഇതിന്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത്. അത് 2,000 സംതിങ് ആണ്. ഓക്കെ ഓക്കെ. ಫುಲ್ ಇದು ಗೋಟಾಪತಿ ವರ್ಕ್. ഓക്കെ, ഗോട്ടാപത്തി വർക്ക് എന്നാ പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ആലിയ കട്ട് ബ്ലൗസ്. ഓ ഇതാണല്ലേ ആലിയ കട്ട് വർക്ക്. കുറേ നാളെ ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഇതാണ് ആലിയ കട്ട് വർക്ക് എന്ന് പറയുന്ന സംഭവം. മെയിൻ ആയിട്ട് ഇതെല്ലാം ഹൽദി ഫംഗ്ഷൻ. ഹെൽത്തിയാ? ഓ ഹെൽത്തി. ആ ഓക്കെ ഓക്കെ. കല്യാണത്തിന് തലേനാട്ടിലെ ഫംഗ്ഷൻ മഞ്ഞളൊക്കെ തേച്ചിട്ട് അതാണ്. ഓക്കെ, മനസ്സിലായി. ആ ഞാൻ വിചാരിച്ചു ഹെൽത്തി ഫംഗ്ഷൻ. ഫ്രണ്ട്. ആ ഓക്കെ. രണ്ടും ഒരുപോലെ കണ്ടല്ലേ, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും അല്ലേ? ആ ഈ ഡിസൈൻ നായരോ? നായര കട്ട്. നായരല്ല. ഇത് എഷ്ടോ? ಇದು ರೇಟ್ ಸರ್ 2,000 rupees. ആഫ്റ്റർ ഡിസ്കൗണ്ട്? ആഫ്റ്റർ ഡിസ്കൗണ്ട് 2,000. ഓ 2,000. ഓക്കെ. ഓ ഇതാ മീര ഇവിടെ കുറേ മറ്റേ അനാർക്കലി ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഷറാറ മോഡൽസ്. ഓക്കെ. ഇതൊക്കെ കുറച്ച് പ്രീമിയം മോഡൽസ് ആണെന്ന് തോന്നുന്നു. 2,000 ആ റേഞ്ച്, 2,000 എബോ ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് എനിക്ക് റേറ്റ് അറിഞ്ഞുകൂടാ നമ്മളൊക്കെ നാട്ടിലത്തെ റേറ്റ്. അടുത്ത കളക്ഷൻസ് അല്ലേ? കൊള്ളാം അല്ലേ? എനിക്ക് എത്ര റേറ്റ് ഉണ്ട് അതിന്? ഏകദേശം 1,000-1,500 ആ റേഞ്ചിൽ ആയിരിക്കും. പല റേറ്റിലുണ്ടല്ലേ? XL കോംബോ എല്ലാം മറ്റേ ഹെവി ലെഹങ്ക ആ ടൈപ്പ് അല്ലേ ഇതൊക്കെ വരുന്നത്? ദാവണി ലെഹങ്ക. ഓക്കെ, നൈസ്. അവിടെ ഷർട്ടൊക്കെ ഉണ്ട്, റെഡിമെയ്ഡ് ഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇത് ഏതാണ് നേരത്തെ നമ്മൾ നോക്കിയത്? ഹോൾസെയിൽ. ഇതൊക്കെ ഹോൾസെയിൽ തന്നെ. ഹോൾസെയിൽ. ഓ സ്റ്റാർട്ടിങ് 200 ഫോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അല്ലേ? ಹೋಲ್ಸೇಲ್ ಪ್ರೈಸ್ 200 rupees ಸ್ಟಾರ್ಟಿಂಗ್. ಇದೆಲ್ಲ ಫುಲ್ ವೆರೈಟಿ ಉಂಟು. ഫുൾ വെറൈറ്റി ഉണ്ടല്ലേ? സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 2 പീസ് വേണം ഓർഡർ തരും, ഓൺലൈൻ കൊറിയർ ഇടും. ഓക്കെ, ഒരു 100 പീസിന് മുകളിലാണ് എബോ 100 ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കണമെന്ന് വീഡിയോ കോൾ ആക്കിയാൽ ഓക്കെ. അതായത് നമുക്ക് ഇത് എടുക്കണം താല്പര്യമുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടൊക്കെ ആൾക്കാർക്ക് എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന് കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കോൾ ചെയ്ത് ഇവർ കാണിച്ചു തരും. അപ്പോൾ അത് ഇത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടല്ലോ മേര്. ഓ ഇതൊക്കെ എല്ലാം ചുരിദാർ മെറ്റീരിയൽസ് കളക്ഷൻസ്. ഓ 165. ഓക്കെ. കാറ്റലോഗ് പീസ്. ഓക്കെ. എവ്വളോ ഇഷ്ടോ? 295 ഓൺലി. ഓക്കെ.
അതിപ്പം ഇവിടുത്തെ ഹോൾസെയിൽ റേറ്റ് തന്നെ ഇവിടെ സിംഗിൾ റീറ്റെയിലും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓ ഇതൊക്കെ 370 rupees. ഓ 370. ഇതൊക്കെ ജയ്പൂർ കോട്ടൺ 630 rupees. 630. കൊള്ളാം, നൈസ്. ഹാൻഡ് വർക്കാണ്. ഇതൊക്കെ ആലിയ ബട്ട് ഡിസൈൻ. ആലിയ കട്ട് ഡിസൈൻ അല്ല, ആലിയ ബട്ട് ഡിസൈനാണ്. 1195. ഇത് 1195. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെവി വർക്ക്സ് ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഓക്കെ, അനാർക്കലി ടൈപ്പ് മെറ്റീരിയൽ ഓൺലി 750. ഓക്കെ. അതായത് ഇപ്പം റീറ്റെയിൽ ഇത് ഹോൾസെയിലിൻ്റെ പ്രൈസ്, ഇതിപ്പം റീറ്റെയിലിൻ്റെ പ്രൈസ് ആണെങ്കിൽ 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഹോൾസെയിലാണെങ്കിൽ ഇതിനേക്കാൾ വില കുറച്ച് തരും. ആലിയ ഭട്ട് ഡിസൈൻ. ഡിസൈൻ ആലിയ ഭട്ട്, നോട്ട് ആലിയ കട്ട്. ഇത് ആലിയ ഭട്ട് ഡിസൈൻസ്. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പല സ്ഥലങ്ങളും. ഇതൊക്കെ ഇഷ്ടവും. ഓ എല്ലാം 750. ഇതെല്ലാം ഇതൊക്കെ റീറ്റെയിലിന് കൊടുക്കുന്ന റേറ്റാണ്. റീറ്റെയിലിൻ്റെ പ്രൈസാണ് പറഞ്ഞത് 750 എന്ന് പറയുന്നത്. പക്ഷേ ഹോൾസെയിലാണെങ്കിൽ ഇതിനേക്കാൾ വില കുറയും. എഷ്ടോ? ഓ ഓൺലി 750. ഇതൊക്കെ നമ്മൾ അവിടെയൊക്കെ പാളയത്തൊക്കെ ആണ് കണ്ടത്. സാഫിലിംഗ് കോളേജിലാണെങ്കിൽ 1800, 2000, 2500 അല്ലേ കണ്ടിട്ടില്ലേ? സെയിം. ഇതൊക്കെയാണ് 700 രൂപയ്ക്ക് വാങ്ങിയിട്ട് അവിടെ 2500 രൂപയ്ക്ക് വെക്കുന്നത് അല്ലേ? നല്ല ലാഭമാണ്. പക്ഷേ കഷ്ടപ്പാടുണ്ട്. ഇത്രയും ദൂരത്ത് വാങ്ങി എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളല്ല. ഓക്കെ, നൈസ്. ബ്ലാക്ക് എനിക്ക് മാച്ചാവോ? ഒന്നും കാണൂല. കാണുമല്ലേ? ചിരിച്ചാൽ കാണാം, അല്ലെങ്കിലും കാണാം. നൈസ്. സംഭവം കൊള്ളാമല്ലേ? നല്ല ക്വാളിറ്റി മെറ്റീരിയലാണോ? ഡിസൈനൊക്കെ ഹാൻഡ് മെയ്ഡ് ഡിസൈനാണ് അല്ലേ? ഇത് വെച്ചിട്ടുള്ള 300. 300 രൂപയാണ്. ബാക്കിയുള്ളതെല്ലാം 250 രൂപ. നൈസാണ്. സ്റ്റോൺ വർക്ക് നല്ല ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ? അല്ലേ? സ്റ്റോൺ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റിച്ചിങ്ങിന് തന്നെ 500-600 രൂപയില്ലേ സ്റ്റോൺ വർക്കിന്? ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയത് മെറ്റീരിയൽ എന്തുവാണിത്? നമ്മളെ നാട്ടിലത്തെ കുപ്പികളെ പണ്ട് നമ്മളെ നാട്ടിലത്തെ ആ ഒരു ചേച്ചിയൊക്കെ എടുത്ത് പോന്ന് നല്ല ലുക്കായില്ല. എടുത്ത് വെക്കുന്ന തന്നെ വെച്ച് കാണാൻ നല്ല ലുക്കാണ്. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇത്രയും സമയം KR മാർക്കറ്റിലേക്കൂടെ നടക്കുകയായിരുന്നു. ചിക്പേട്ടിലത്തെ KR മാർക്കറ്റിലേക്കൂടെ നടക്കുകയായിരുന്നു. എവിടെ വെച്ചാൽ ഇഷ്ടം പോലെ ഷോപ്പുകൾ, അതായത് ഫുട്പാത്തിലാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും, അതായത് നമ്മൾ തീരില്ല അല്ലേ? ഒരു ദിവസം ഒരു 2-3 ദിവസം എടുത്താൽ ഇതൊന്നും തീരില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചിക്പേട്ടിലെ ഈ ഒരു വീഡിയോ ഇതോടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റു വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു 1-2 ഇവിടുത്തെ ഹോൾസെയിൽ ഷോപ്പുകളെയും കൂടി നിങ്ങൾ പരിചയപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുന്നത് മിക്കവാറും നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. നടന്നിട്ട് തന്നെ മര്യാദ നടക്കാൻ പറ്റുന്നില്ല. ഓട്ടോ തന്നെ വിളിച്ചാൽ വരാൻ പാടാണ്. നമ്മളെ സ്വന്തം വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മളാണെങ്കിൽ എവിടെ സ്ഥലം മജസ്റ്റിക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വേറെ ഓട്ടോ ഓടിച്ച് വരും. 2 കിലോമീറ്റർ ഓട്ടോ ഓടിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. കമന്റ്സ് പറയാം. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നടന്ന് ക്ഷീണിച്ച കുറച്ച് ദിവസമൊക്കെ നടന്ന് വല്ലാണ്ട് ക്ഷീണിച്ച അവസ്ഥ ഓട്ടോ കയറി നല്ല സ്വർഗം പോലെയാണ് അവരിപ്പോ. അല്ലേ കൊഞ്ചു? ഇപ്പൊ നല്ല സുഖമില്ലേ? കൊഞ്ചു സോ ഹാപ്പി. ഓട്ടോയിലൊക്കെ പോകുന്ന ആവശ്യം